ഹലോ എവരിവൺ. ലാസ്റ്റ് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും തന്നെ, കെമിസ്ട്രി മാത്രമല്ല ഫിസിക്സ് ആവാം, അതുപോലെ തന്നെ മാത്സ് ആവാം, അതല്ല ഇപ്പോൾ +2 വിഷയങ്ങളാവാം, എഞ്ചിനീയറിംഗ് വിഷയങ്ങളാവാം, MTech വിഷയങ്ങളാകാം, ഏത് തന്നെ ആയാലും നിങ്ങൾക്ക് ഇനിയും ക്ലാസ്സസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഏത് ക്ലാസ്സാണ്, ഏത് സബ്ജക്റ്റ് ആണെന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ക്ലാസ്സുകൾക്കായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരുന്നു. അതിലെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരുന്നു നമ്മൾ എടുത്തത്. ഇന്ന് അതിന്റെ കണ്ടിന്യൂസിനാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് നമ്മൾ എടുത്തപ്പോൾ നമ്മൾ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതി പോയി. 1s2 2s2 2p6. അടുത്ത ഏത് വരും? 1s2 2s2 2p6 3s1 ആണ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആയില്ലേ? 4 6 10 ആയി, ലാസ്റ്റ് 1 ഇലക്ട്രോൺ. അപ്പൊ ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിൽ നിന്നും ഏത് ബ്ലോക്കിലാണ് ഇത് ഉൾപ്പെടുന്നത്? നമ്മൾ SPDF എന്ന് പറയുന്ന 4 സബ്ഷെല്ലുകൾ പഠിച്ചു. ഈ സബ്ഷെല്ലുകളുടെ ബേസിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിനെ തന്നെ 4 ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ എലമെന്റും ഏതൊക്കെ ബ്ലോക്കിൽ വരുമെന്ന് നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി തീരുമാനിക്കാൻ പറ്റും. എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഏത് ബ്ലോക്കാണ്, പീരീഡ് ഏതാണ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ ഏതാണ്, ചിലപ്പോൾ ചോദിച്ചേക്കാം അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഏതാണെന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പൊ ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഈ ഇലക്ട്രോൺ വിന്യാസം, അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ 9th 8th ഒക്കെ പഠിച്ചതാണ്. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇതാണ് എന്റെ ലാസ്റ്റ് ടോപ്പിക്. ഇതോടുകൂടി ഈ പോർഷൻ തീരുകയാണ്. അപ്പോൾ ഈ പോർഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. നമ്മൾ 1s2 2s2 2p6 3s1 വരെയാണ് എഴുതിയത്. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എൻഡ് ചെയ്തത്? എസിൽ. അതായത് ഇത് എസ് ബ്ലോക്ക് ആയിരിക്കും. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അത് എസ് ബ്ലോക്ക് ആയിരിക്കും. മഗ്നീഷ്യത്തിന്റെ എഴുതി നോക്കാം. മഗ്നീഷ്യം 12 ആണ്. ഇപ്പൊ 12 വരുമ്പോൾ 1s2 2s2 2p6 3s2 വരും. കാരണം 4 6 2 ആവുമ്പോൾ 12 ആയി. അതും എന്ത് വരും? എസ് ബ്ലോക്ക് തന്നെ വരുള്ളൂ. കാരണം ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എൻ്റർ ചെയ്തത്? എഴുതുന്നതിന് ലാസ്റ്റ് വരുന്ന ഷെല്ലല്ല നമ്മൾ നോക്കേണ്ടത്, ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്, അതായിരിക്കും ആ ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇനി ക്ലോറിൻ എഴുതും. ക്ലോറിൻ 17 ആണ്. ഇപ്പൊ 17 വരുമ്പോൾ 1s2 2s2 2p6 3s2. ഇപ്പൊ തന്നെ എത്രയായി? 4 ആയി, 10 ആയി, 12 ആയി, 3s2 അതിന്റെ അടുത്ത് എന്താണ്? 3p5 വരും. ഇപ്പൊ ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് ചെന്നത്? ലാസ്റ്റ് 5 ഇലക്ട്രോൺസ് നമുക്ക് കിട്ടി. ആ 5 ഇലക്ട്രോൺസ് നമ്മൾ കൊടുത്ത പിയിലാണ്. സോ എന്ത് ബ്ലോക്ക് ആയിരിക്കും? പി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. വളരെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു ചെറിയ ട്വിസ്റ്റ് പറഞ്ഞായിരുന്നു. കോപ്പറിനും ക്രോമിയത്തിനും വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം. അതിന്റെയും ഏത് ബ്ലോക്ക് വരും എന്ന് നോക്കാം. കോപ്പർ, അതുപോലെ തന്നെ കോപ്പറിന് 29 ആണ്, ക്രോമിയത്തിന് 24 ആണ്. നമുക്ക് എഴുതി നോക്കാം. കോപ്പർ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6. അടുത്ത ഏതാണ് എഴുതണമെന്ന് ഞാൻ പറഞ്ഞത്? നമ്മൾ കൊടുക്കുന്നത് ഓർഡർ അനുസരിച്ച്, നമ്മൾ ഇന്നലെ എഴുതിയ ഓർഡർ അനുസരിച്ച് ഇലക്ട്രോൺ നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഫോറസിലാണ്. പക്ഷെ എഴുതുമ്പോൾ തിരിച്ച് എഴുതാവും. ഇപ്പൊ കൊടുക്കേണ്ടത് ഫോറസിലാവുമ്പോൾ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എഴുതാൻ. 4s2 കൊടുക്കാം. അടുത്ത് 3d9. ഇത് കറക്റ്റ് ആണോ? ഇങ്ങനെയാണോ നമ്മൾ ഇന്നലെ പഠിച്ചത്? അല്ല. ഇവിടെ എന്ത് കിട്ടാൻ വേണ്ടി? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കടം കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 3d9 എന്നുള്ളത് 3d10 എന്നാകും പറഞ്ഞത്. അപ്പൊ ഇനി പറഞ്ഞ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എൻ്റർ ആയത്? അപ്പൊ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് 4sലാണ് നിർത്തിയത്. 4s നിർത്തിയത് കൊണ്ട് എസ് ബ്ലോക്ക് ആയിരിക്കും എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞാലും ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് കൊടുത്തത്? നമ്മൾ
ഇലക്ട്രോൺ ഫില്ല് ചെയ്തപ്പോൾ ഈ ഓർഡർ ആണ് 1s2 2s2 2p6 3p6. അത് തന്നെ 4s കഴിഞ്ഞിട്ടാണ് 3d. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ഇലക്ട്രോൺ ഇവിടെ ഇങ്ങോട്ട് എടുത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് കിട്ടിയത്? ലാസ്റ്റ് ഇലക്ട്രോൺ കിട്ടിയത് 3d-യിലാണ്. എസിലെ ഇലക്ട്രോൺ ഒരാളെ എടുത്ത് നമുക്ക് ആർക്ക് കൊടുത്തു? 3d-യിൽ കൊടുത്തു. സോ അത് എന്ത് ബ്ലോക്ക് ആയിരിക്കും? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ക്രോമിയത്തിന്റെ കാര്യം നമുക്ക് നോക്കാം. ക്രോമിയത്തിന് 24 ആണ്. Therefore 1s2 2s2 2p6 3s2 3p6. അടുത്തത് ഗ്യാപ്പ് ഇട്ടിട്ട് 4s 2 ആണോ കൊടുക്കണ്ടേ? അല്ല, ക്രോമത്തിന് വ്യത്യാസമാണ്. 1 കൊടുത്തിട്ട് അതിൽ ഒന്നും കൂടി ചേർത്ത് 3d5 ആക്കി നമ്മൾ എഴുതണം. ഇപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ ഞാൻ കൊടുത്തത് എവിടെയാണ്? 4s കഴിഞ്ഞിട്ടാണ് ഞാൻ 3d എഴുതിയത് അല്ലേ? 4s ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഞാൻ 3d ഫില്ല് ചെയ്തത്. സോ ലാസ്റ്റ് ഫില്ല് ചെയ്ത് ഡി ബ്ലോക്കിലാണ്. സോ ഡി ബ്ലോക്ക് എലമെന്റ് ആണ് ഇത്. ഇങ്ങനെയാണ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. വളരെ എളുപ്പം നമുക്ക് ബ്ലോക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ഇത് എഴുതിയെടുത്തോളൂ. SPD ഉണ്ട്. ഇനി എഫിലാണ് അവസാനിക്കുന്നെങ്കിൽ എഫ് ബ്ലോക്ക് എന്ന് പറയും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രം ഒന്ന് എഴുതി നോക്കിയാൽ മതി. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ബ്ലോക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് എഴുതിയെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എങ്ങനെയാന്ന് നോക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഒരു പീരീഡ് എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അത് വളരെ എളുപ്പമായതുകൊണ്ട് അതിന് കണ്ടുപിടിക്കുന്ന ടൈമിൽ എന്താണോ അത് ഞാൻ പറഞ്ഞുതരാം. കാരണം പ്രത്യേകിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള കാര്യമൊന്നുമില്ല. പീരീഡിന്റെ നമ്പർ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്ലനേഷൻ പ്രത്യേകിച്ച് പറയാനോ അങ്ങനെ എഴുതി വെക്കേണ്ട സെന്റൻസ് ഒന്നുമില്ല. വളരെ എളുപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന പോലെ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പീരീഡ്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ പറഞ്ഞു തന്നതിന് ശേഷം ഇതെല്ലാം നമുക്ക് ഒരു ടാബ്ലോ കോളം ആക്കാം. ആ ടൈമിൽ ഞാൻ പീരീഡ് കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ബ്ലോക്ക് ബേസ് ചെയ്താണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓരോ ബ്ലോക്കിന്റെയും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന ഓരോ രീതിയിലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഫസ്റ്റ് എക്സാമിന് ചോദിക്കും. അതായത് ആ ചാപ്റ്റർ ഏതൊക്കെ എക്സാമിന്, ഇപ്പോൾ സ്കൂളിൽ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തിയാലും അതല്ലെങ്കിൽ റിവിഷൻ നടത്തിയാലും നിങ്ങൾ ട്യൂഷൻ സെന്ററിലാണെങ്കിലും അതല്ല മെയിൻ എക്സാമിനാണെങ്കിലും ഈ ഫസ്റ്റ് ചാപ്റ്റർ ഏതൊക്കെ പോർഷൻ ബേസ് ചെയ്ത് എക്സാംസ് വരുന്നുണ്ടോ അവിടെ എല്ലാം ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും ചോദിക്കും. ഗ്രൂപ്പ്, പീരീഡ്, അതുപോലെ തന്നെ ബ്ലോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഒരിക്കലും വിട്ടു കളയാൻ പാടില്ലാത്ത പോർഷനുമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ എസ് ബ്ലോക്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എസ് ബ്ലോക്കിൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ലാസ്റ്റ് എസ് സബ്ഷെൽ. അതായത് എസ് ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എസ് ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ ആണ് കണ്ടുപിടിക്കാൻ നമ്മൾ പോകുന്നതെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ലാസ്റ്റ് എസ് സബ്ഷെൽ. അതായത് ഷോർട്ട് ആക്കിയാണ് എഴുതിയിരിക്കുന്നത് ബോർഡിലായതുകൊണ്ട്. ഇലക്ട്രോൺ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ്. ഇത് -e എന്നിടും. നിങ്ങൾ ഇലക്ട്രോൺ എന്ന് തന്നെ ആയിരിക്കും എഴുതി പഠിച്ചുകൊണ്ടിരിക്കും. കുറച്ചുകൂടെ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഷോർട്ട് ആക്കി എഴുതാൻ പഠിക്കും. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ലാസ്റ്റ് എസ് സബ്ഷെൽ. ഇപ്പൊ എസ് ബ്ലോക്കിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ലാസ്റ്റ് എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കും. ഇതൊക്കെ സൈഡിലേക്ക് എഴുതി വെക്കുക. നമ്മൾ ഓരോന്നും സൈഡിൽ എഴുതി വെച്ചതിന് ശേഷം കമ്പയർ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പി ബ്ലോക്ക് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? പി ബ്ലോക്ക് ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ലാസ്റ്റ് പി സബ്ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിന്റെ കൂടെ പ്ലസ് ഒരു 12 കൂടെ ആഡ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. എസിന്റെ കേസ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ലാസ്റ്റ് എസ് സബ്ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കാം. പിക്കകത്താണെങ്കിൽ എന്ത് ചെയ്യുക? ലാസ്റ്റ് പിക്കകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കാം. അതിന്റെ കൂടെ ഒരു 12 കൂടെ ആഡ് ചെയ്യുക ഡയറക്റ്റ് ആയിട്ട്. വേറെ ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. ലാസ്റ്റ് എസും പിയും കൂടെ ചേർത്തിട്ട് 10 ആഡ് ചെയ്യാനും പറയും. അതിനെക്കാളും എളുപ്പം ഡയറക്റ്റ് ആയിട്ട് 12 ആഡ് ചെയ്താൽ മതി പിക്കകത്ത്. കുറച്ചുകൂടെ കൺഫ്യൂഷൻ കുറഞ്ഞു. ഇനി ഡി ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സം ഓഫ് ഇലക്ട്രോൺസ് ആണ് നോക്കുന്നത്. സം ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ലാസ്റ്റ് എസ് ആൻഡ് ഡി ഷെൽസ്. അതായത് ലാസ്റ്റ് എസിലും ഡിയിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ബ്ലോക്കിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്.
എത്രയും പെട്ടെന്ന് എഴുതിയെടുത്താൽ നിങ്ങൾക്ക് അത് സൈഡിലോട്ട് വെച്ച് പെട്ടെന്ന് കമ്പയർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുമ്പോൾ കമ്പയർ ചെയ്ത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് അത് എഴുതിയെടുക്കുക. നോക്കാം, കുറച്ച് എലമെന്റ്സിന് എഴുതിയിട്ടുണ്ട്. വളരെ വേണ്ടപ്പെട്ട കുറച്ച് എലമെന്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് എങ്ങനെയൊക്കെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മീൻസ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഉപയോഗിച്ച് എങ്ങനെയൊക്കെ നമുക്ക് ബ്ലോക്ക് കണ്ടുപിടിക്കാം, അതായത് അതുപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം, പീരീഡ് കണ്ടുപിടിക്കാം എന്നൊക്കെ നമുക്ക് ഇതിൽ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് തന്നെ പറയാവുന്ന ഒരു പോർഷനാണിത്. നമുക്ക് ഫസ്റ്റ് സോഡിയത്തിന്റെ നോക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ 30 എലമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൃത്യമായിട്ടും ആ 30 എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. 11 വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s എത്ര വന്നു? ഇപ്പൊ തന്നെ 4 ആയി, 6 10 ആയി, 11 ആണ്. 1 ഇലക്ട്രോൺ, ലാസ്റ്റ് 1 ഇലക്ട്രോൺ എസിൽ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ സോഡിയത്തിന്റെ എഴുതി. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആദ്യം ബ്ലോക്ക് എഴുതാം. ബ്ലോക്ക് ഏതാന്ന് കണ്ടുപിടിക്കാം. കണക്ക് എഴുതുണ്ടായിരിക്കുമല്ലോ അല്ലെ? ബ്ലോക്ക് കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ പീരീഡ് കണ്ടുപിടിക്കാം, നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് നോക്കാം. 1s2 2s2 2p6 3s1 എന്ന് വരെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺ ഏതിലാണ് കൊടുത്തത്? 2s2 2p6 and 3s1 എസിൽ ആണ് ലാസ്റ്റ് ഇലക്ട്രോൺ കൊടുത്തത്. അതായത് എന്ത് ബ്ലോക്ക് ആയിരിക്കും? അപ്പോൾ എസ് ബ്ലോക്ക് ആയിരിക്കും. നിങ്ങൾ വെറുതെ എസ് എന്ന് എഴുതാതെ എസ് ബ്ലോക്ക് എന്ന് തന്നെ എഴുതി ശീലിക്കുക. എസ് ബ്ലോക്ക് ആയിരിക്കും. ഇനി പീരീഡ് കണ്ടുപിടിക്കാം. പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്തിനായിരുന്നു നേരത്തെ? വളരെ എളുപ്പമായിട്ടുള്ള മെത്തേഡാണ് പീരീഡ് കണ്ടുപിടിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ നോക്കുക. സബ് ഷെല്ല് വേറെയാണ്, ഷെൽ നമ്പർ വേറെയാണ്. സബ് ഷെൽ മീൻസ് SPDF, ഇതാണ് സബ് ഷെല്ലുകൾ. ഷെൽ എന്ന് പറഞ്ഞാൽ ഈ എഴുതുന്ന 1 2 2 3 ഇതാണ് ഷെൽ നമ്പർ. ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, വീണ്ടും ഒരു 2 ഉണ്ട്, 3 ഉണ്ട്. ഏറ്റവും വലിയ ഷെൽ നമ്പർ 3 ആണ്. ഏറ്റവും വലിയ ഷെൽ നമ്പർ ആയിരിക്കും പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പീരീഡ് നമ്പർ 3 ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും വലിയ ഷെൽ നമ്പർ ആയിരിക്കും ഇവിടുത്തെ പീരീഡ്. ഇനി ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോ പറഞ്ഞിരുന്നു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ലാസ്റ്റ് എസ് സബ് ഷെല്ല്, എസ് ബ്ലോക്ക് ആണെങ്കിൽ, ബ്ലോക്ക് നോക്കിയാണ് തീരുമാനിക്കുന്നത്. എസ് ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റ് എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എസ് സബ് ഷെല്ലുകൾ ഒരുപാടുണ്ട്. ഇവിടെ ഒരു എസ് സബ് ഷെല്ലുണ്ട്, ഇവിടെ ഒരു എസ് സബ് ഷെല്ലുണ്ട്, ലാസ്റ്റ് ഒരു എസ് സബ് ഷെല്ലുണ്ട്. ലാസ്റ്റത്തെ എസ് സബ് ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇതാണ് ഇതിനകത്ത് ലാസ്റ്റത്തെ എസ് സബ് ഷെൽ. ഇതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺ ഉള്ളൂ. ആ ഒന്നായിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ലാസ്റ്റ് എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അതാണ് ഗ്രൂപ്പ് നമ്പർ. ഇനി അലൂമിനിയം നോക്കാം. അലൂമിനിയത്തിന് 13 ആണ്. അപ്പൊ എന്ത് വരും? 1s2 2s2 2p6 3s2 വരും. അടുത്ത എന്ത് വരും? 1s2 കഴിഞ്ഞു, 2s2 കഴിഞ്ഞു, 2p6 വന്നു, 3s2 കഴിഞ്ഞു, അടുത്ത് 3p. പിയിൽ തുടങ്ങി 3p 1 ആയി, 4 ആയി, 10 ആയി, 12 ആയി, 13 ആയി. ലാസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ എവിടെയാണ് കൊടുത്തത്? 3s2 കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്ത ലാസ്റ്റ് ഇലക്ട്രോൺ പിയിലാണ്, 3p1ലാണ് കൊടുത്തത്. അതായത് പി ബ്ലോക്ക് ആയിരിക്കും ഇത്. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അതായിരിക്കും ഇതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ പി ബ്ലോക്ക് ആയി. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാം? പീരീഡ് നമ്പർ കണ്ടുപിടിക്കാം. പീരീഡ് നമ്പർ നേരത്തെ പോലെ തന്നെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഇവിടെ 1 ആണ്. ഇവിടുത്തെ ഷെൽ നമ്പർ 2 ആണ്. 2 3 3. ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണ്? 3 ആണ്. ഇതിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഷെൽ നമ്പർ 3. സോ പീരീഡ് ഇവിടെയും 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഗ്രൂപ്പ് നമ്പർ ബ്ലോക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞ എന്താണ്? ലാസ്റ്റ് എസ് സബ്ഷനിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇവിടെ ലാസ്റ്റ് എസ് സബ്ഷനിനകത്ത് 1 ഇലക്ട്രോൺ, അതുകൊണ്ട് 1 ആണ് ഗ്രൂപ്പ് നമ്പർ. പക്ഷെ ഇത് എസ് ബ്ലോക്ക് അല്ല, പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്കിന് ഞാൻ ഐഡിയ പറഞ്ഞു തന്നിരുന്നു. എന്താണ് നിങ്ങൾ എഴുതി വെച്ചത്? ലാസ്റ്റ് പി സബ്ഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിന്റെ കൂടെ
12 കൂടെ ആഡ് ചെയ്യുക. ലാസ്റ്റ് പി, ഇവിടെ 2p ഉണ്ട്, 2p ഉണ്ട്, 3p ഉണ്ട്. ലാസ്റ്റ് പിയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ലാസ്റ്റ് പി 3p, 3pയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിന്റെ കൂടെ പ്ലസ് 12 കൂടെ ആഡ് ചെയ്യാം. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺ. ഈ മുകളിൽ പവർ ആയിട്ട് എഴുതുന്നതാണ് ഇലക്ട്രോൺസ്. അപ്പൊ മുകളിൽ 1 ഇലക്ട്രോൺസ് ആണ്. 1 ഇലക്ട്രോൺ പ്ലസ് 12. അപ്പൊ ഈ 1 പ്ലസ് 12 ഇസ് ഈക്വൽ ടു 13 ആയിരിക്കും ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പർ. നെക്സ്റ്റ് നോക്കാം മഗ്നീഷ്യം. മഗ്നീഷ്യം 12 ആണ്. 12 വരുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കും? 1s2, 2s2, 2p6, 3s2 ആയപ്പോഴേക്കും നിന്ന് പോകും. കാരണം 4 ആയി, 6, 10 ആയി, നെക്സ്റ്റ് 2, 12 ആയി, കംപ്ലീറ്റ് ആയി. ഇനി ഏതാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കും. ഏതാണ് ബ്ലോക്ക്? ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എൻ്റർ ചെയ്തത് അതായിരിക്കും ബ്ലോക്ക്. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് വന്നത്? എസിലാണ്. സോ ഇത് എസ് ബ്ലോക്ക് ആയിരിക്കും. ഇനി നെക്സ്റ്റ് അടുത്ത് ഏത് നോക്കാം? എസ് ബ്ലോക്ക് ആണ് നെക്സ്റ്റ്. ഈ എസ് ബ്ലോക്ക് വെച്ചാണ് പീരീഡ് കണ്ടുപിടിക്കുന്നത്? അല്ല, നമുക്ക് ബ്ലോക്ക് നോക്കേണ്ട കാര്യമില്ല പീരീഡ് കണ്ടുപിടിക്കാൻ. പീരീഡ് കണ്ടുപിടിക്കേണ്ട ഏറ്റവും വലിയ ഷെൽ നമ്പർ, ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന നമ്പർ ആണ് ഷെൽ നമ്പർ. മുകളിൽ എഴുതുന്ന എല്ലാം ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ 1 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണ്? 3. ഇവിടെ 3 ആണ്. ഞാനിപ്പോ എഴുതി 3 കേസിലും 3 ആണെന്ന്. എപ്പോഴും 3 ആണെന്നില്ല, ഈ പീരീഡ് നമ്പർ മാറിക്കൊണ്ടേയിരിക്കും. ഏറ്റവും വലിയ ഷെൽ നമ്പർ വലുത് വരുമ്പോൾ വലിയ പീരീഡ് നമ്പർ ആയിരിക്കും. നമുക്ക് നോക്കാം നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്പർ. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതേത് ബ്ലോക്ക് ആണ് നോക്കാം. എസ് ബ്ലോക്ക്. എസ് ബ്ലോക്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റ് എസ് സബ്ഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ലാസ്റ്റ് എസ് സബ്ഷൻ, ഇതിലെ ലാസ്റ്റ് എസ് സബ്ഷൻ 3s. ആദ്യമൊക്കെ കുറെ എസ് സബ്ഷനുകളുണ്ട്, പക്ഷെ ലാസ്റ്റ് എസ് സബ്ഷൻ ഇതാണ് 3s. അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതുകൊണ്ട് അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റിലേക്ക് പോവാം. ക്രോമിയം. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24. ഒരിക്കലും മറന്നു പോകരുത്. 1s2, 2s2, 2p6, 3s2, 3p6. അടുത്ത 4sലാണ് കൊടുക്കുന്നത്, പക്ഷെ ഗ്യാപ്പ് ഇട്ട് വേണം കൊടുക്കാൻ. 4s2. ഇത് കഴിഞ്ഞിട്ട് എന്താണ്? 3d. 3d 24 ആണ്. അപ്പോൾ 4 ആണ് കൊടുക്കേണ്ടത് ബാക്കി. പക്ഷെ ഇത് കറക്റ്റ് ആണോ? അല്ല, നമ്മളൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇപ്പുറത്ത് കടം കൊടുക്കും. അങ്ങനെ ഇത് 5 ആയി മാറും. ഹാഫ് ഫിൽഡ് ആവും, സ്റ്റെബിലിറ്റി ആവും. ഇനി ഇതിന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കാം. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ നിന്നാണ് കൊടുത്തത്? 4sലെ ഒരു ഇലക്ട്രോൺ എടുത്താണ് ഡിക്ക് കൊടുത്തത്. സോ ഇവിടെ പി ബ്ലോക്ക് ആയിരിക്കും. ശ്രദ്ധിക്കണം, ഈ ഒരു കേസിലാണ് വ്യത്യാസം വരുന്നത്. ലാസ്റ്റത്തെ എഴുതുന്നതല്ല നോക്കുന്നത്, ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ കൊടുത്തു എന്നാണ് നോക്കുന്നത്. ലാസ്റ്റ് ഇലക്ട്രോൺ എസിൽ നിന്ന് എടുത്ത് ഡിയിലാണ് കൊടുത്തത്. സോ അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഇനി പീരീഡ് കണ്ടുപിടിക്കാം. പീരീഡ് എങ്ങനെയാണ്? 1, 2, 2, 3, 3, 3, 4. ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണ്? അതിനകത്ത് ഷെൽ നമ്പർ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന നമ്പറാണ് ഷെൽ നമ്പർ. മുകളിൽ എഴുതുന്നതെല്ലാം ഇലക്ട്രോൺസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന ഈ 1, 2, 2, 3, 3, 4 ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഷെൽ നമ്പർ. സോ പീരീഡ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കും. ഡി ബ്ലോക്കിൽ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് എസ് ഇലക്ട്രോണിന്റെയും ഡി ഇലക്ട്രോണിന്റെയും ഇലക്ട്രോൺസിന്റെ സം. ലാസ്റ്റ് എസ് സബ്ഷെൽ, ഒരുപാട് എസ് സബ്ഷെൽ ഇവിടെ ഉണ്ട്, ഇതുണ്ട്, ഇതെല്ലാം എസ് സബ്ഷെല്ലുകളാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ലാസ്റ്റ്. ഇവിടെ എല്ലാ കേസുകളും അതുപോലെ തന്നെയാണ്. ലാസ്റ്റ് എസിന്റെ ആണെങ്കിൽ എസ് സബ്ഷെൽ, പി ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റ് പി, ഡി ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റത്തെ കേസാണ്. ലാസ്റ്റത്തെ ഡിയും എസും കൂടെ കൂട്ടുക, അതാണ് ഡി ബ്ലോക്കിൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡിക്കകത്ത് ലാസ്റ്റ് എത്രയുണ്ട്? 5 ഉണ്ട്. പ്ലസ് ഏതിന്റെ കൂടെ സം കൂട്ടണം? എസിനകത്ത് എത്രയുണ്ട്? അതിന്റെ കൂടെ സം. എസിനകത്ത് 1 ഇലക്ട്രോൺ. സോ ഇവിടെ ഗ്രൂപ്പ് നമ്പർ 6 ആണ്. നമ്മൾ കോപ്പറോണ് ചെയ്യുന്നത് ക്ലിയർ ആവും, കാരണം കോപ്പർ സെയിം ബ്ലോക്ക് തന്നെയായിരിക്കും വരുന്നത്. കോപ്പറിന്റെ 29 ആണ്, അറിയാലോ എല്ലാവർക്കും. ഇപ്പൊ 1s2, 2s2, 2p6, 3s2, 3p6. നെക്സ്റ്റ് 4s എഴുതുന്ന ഗ്യാപ്പ് ഇട്ടിട്ട് 4s2, 3d9. കറക്റ്റ് ആണോ ഇത്? അല്ല, ട്വിസ്റ്റ് ഉള്ള കാര്യമാണിത്. 1 ഇലക്ട്രോൺ ഇവിടെ, 1 ഇലക്ട്രോൺ ഇവിടെ. ഓക്കെ, ഇനി ലാസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ എവിടെ കൊടുത്തത്? ഇവിടുത്തെ എസ് സബ്ഷനിൽ ഒരു ഇലക്ട്രോൺ എടുത്താണ് നമ്മൾ ഇവിടെ കൊടുത്തത്. സോ ലാസ്റ്റ് ഇലക്ട്രോൺ കൊടുത്തത് എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എടുത്ത് ഇവിടെ കൊടുത്തത് കൊണ്ട്, ഡിയിൽ കൊടുത്തതുകൊണ്ട് ഡി ബ്ലോക്ക് ആയിരിക്കും ഇത്. ഇനി ഡി ബ്ലോക്ക് ആണ്. പീരീഡ് നമ്പർ കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ബ്ലോക്ക് നോക്കേണ്ടതേ ഇല്ല.
നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഏറ്റവും വലിയ ഷെൽ നമ്പർ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ ആണ് ഷെൽ നമ്പർ. ദാറ്റ് ഈസ് 1 2 2 3 3 3. ഏതാണ് ഷെൽ നമ്പർ? 4 ആണ് ഏറ്റവും വലിയ ഷെൽ നമ്പർ. 4 ആയിരിക്കും പീരിയഡ് നമ്പർ. ഇനി ഗ്രൂപ്പ് നമ്പറിന്റെ കേസ് വരുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. ഡി ബ്ലോക്ക് ആണ്. ഡി ബ്ലോക്ക് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റ് എസും ഡിയും കൂടെ സം ചെയ്ത് ചെയ്യും. ലാസ്റ്റ് എസിലെയും ഡിയിലെയും ഇലക്ട്രോൺസിന്റെ സം എത്രയുണ്ട്? ഇവിടെ ഡിക്കകത്ത് 10 ഇലക്ട്രോൺസ് ഉണ്ട്, എസിനകത്ത് 1 ഇലക്ട്രോൺ. ദാറ്റ് ഈസ് 10 പ്ലസ് 1 സിംഗിൾ എത്ര? 11 ആയിരിക്കും ഇതിന്റെ ക്ലോറിന്റെ കൂടെ എഴുതി നോക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് അതും കൂടെ എഴുതി കൺക്ലൂഡ് ചെയ്യാം. ഫ്ലോറിന്റെ 17 ആണ് അറ്റോമിക് നമ്പർ. Therefore 1s2 2s2 2p6 എത്രയായി? 10 ആയി. 3p6 2p6 അല്ല 1s2 2s2 2p6. അടുത്ത എന്ത് വരും? 3s2 3p എത്രയായപ്പോ തന്നെ 10 ഇലക്ട്രോൺസ് ആയി. 12 ആയി. ലാസ്റ്റ് വരുമ്പോ 5. പിയില് 5 ഇലക്ട്രോൺസ്. ലാസ്റ്റ് വന്നിരിക്കുന്ന ബ്ലോക്ക് ഏതാണ്? പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പി ബ്ലോക്ക് എഴുതുക ഡയറക്റ്റ് ആയിട്ട്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ലാസ്റ്റ് വരുന്ന ഇലക്ട്രോൺ പി സബ്ഷെല്ലാണെന്ന്. സോ പി ബ്ലോക്ക് ആണ്. പീരിയഡ് നമ്പർ കണ്ടുപിടിക്കുന്നതിനാണ് ഏറ്റവും വലിയ ഷെൽ നമ്പർ. ഷെൽ നമ്പർ ഏതാണ്? 3 3. 3 വലിയ നമ്പർ ഇല്ല. സോ 3 ആയിരിക്കും ഇവിടുത്തെ പീരിയഡ് നമ്പർ. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ പി ബ്ലോക്ക് ആണ്. നമ്മൾ നേരത്തെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? പിക്കകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ലാസ്റ്റ് പിക്കകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? പ്ലസ് 12. ഇപ്പൊ ഇവിടെ 5 ആണ്. 5 പ്ലസ് 12 70. എല്ലാ എക്സാംസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ റിപ്ലൈ ഇടുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം. ക്ലാസ്സിന് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ. ഇനി വേറെ എന്തെങ്കിലും ക്ലാസ് വേണം, ഇന്നത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ +2 ക്ലാസ്, അതുപോലെ തന്നെ ഡിഗ്രി ക്ലാസ്സുകളോ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കുക. ഇപ്പോൾ തന്നെ ഒരാൾ എഞ്ചിനീയറിംഗ് ക്ലാസ് വേണമെന്ന് കമന്റ് ഇട്ടിരുന്നു. സോ നെക്സ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് ക്ലാസ് എങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ക്ലാസ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഒരു ക്ലാസ് ആണ് ചോദിച്ചത്. അപ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് എന്താണെങ്കിലും അടുത്ത ക്ലാസ്